ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ മെക്കാനിക്കൽ എനർജിയുടെ കൺസർവേഷനോ അല്ലെങ്കിൽ അതിന്റെ എനർജി കൺസർവേഷനോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വേണം എഴുതാൻ. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. കൺസിഡർ എ ബോഡി മാസ് എം ഫ്രീലി ഫാളിംഗ് ഫ്രം എ ഹൈറ്റ് എച്ച്. അതിനു മുമ്പ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്തോന്നാണെന്ന് പറയാം. മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണ്. ഓക്കെ, ഏതൊരു പോയിന്റിലും ഒരു ഫോഴ്സിനായിട്ടുള്ള ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫോഴ്സും വർക്കുമാണ് നടക്കുന്നതെങ്കിൽ അവിടെ ഉറപ്പായിട്ടും അവിടെ ഉണ്ടാകുന്ന മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് എന്തോന്നായിരിക്കും? കൺസേർവ്ഡ് ആണ്. ഈ പോയിന്റിലെ എനർജിയും ഈ പോയിന്റിലെ എനർജിയും ഈ പോയിന്റിലെ എനർജി എന്തോന്നായിരിക്കണം? എപ്പോഴും ടോട്ടലി കൺസേർവ്ഡ് ആയിരിക്കണം. അതായത് സെയിം ആയിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ബോൾ, ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോഡി മാസ് എം ഉള്ള ഒരു ബോഡി. ഈ ബോഡി ഒരു ഹൈറ്റിൽ ഇരിപ്പുണ്ട് എച്ചിൽ. ഓക്കെ, ഇത് എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് കണ്ട താഴെ വീഴുന്ന പോയിന്റ് ആണ് സി എന്ന് പറയുന്ന പോയിന്റ്. ഇതിന്റെ ഇടയിൽ എവിടെയോ ആയിട്ട് നമ്മളൊരു ബി എന്ന് പറഞ്ഞ പോയിന്റ് എടുത്ത്, കറക്റ്റ് നടക്കൊന്നുമില്ല, എവിടെയോ ആയിട്ട് എടുത്ത് ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എഴുതി എച്ച് ആണ്. ഓക്കെ, ഇനി ബി തൊട്ട് സി വരെ ഉള്ളത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ എ തൊട്ട് ബി വരെ ഉള്ളതിനെ നമ്മൾ എന്തോന്ന് എടുക്കുന്നു? എക്സ് എന്ന് എടുക്കുന്നു. എ തൊട്ട് ബി വരെ ഉള്ളത് എക്സ് എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ബി മുതൽ സി വരെയുള്ള ഹൈറ്റ് കണ്ടുപിടിച്ചൂടെ? എന്തോന്നായിരിക്കും ഇവിടെ? ബി തൊട്ട് സി വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഇത് മൊത്തം എച്ച് ആണ്, ഇത് മൊത്തം എക്സും ആണെങ്കിൽ എച്ച് മൈനസ് എക്സ്. ഇനി നമ്മുടെ പരിപാടിയിലേക്ക് വരാം. ഓരോ പോയിന്റിലെയും ടോട്ടൽ എനർജിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അറ്റ് പോയിന്റ് എ ടോട്ടൽ എനർജി എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഇനി ഇവിടുത്തെ കൈനറ്റിക് എനർജി നോക്കാം. കൈനറ്റിക് എനർജി ഇവിടുത്തെ കണ്ടീഷൻ എന്തോന്നാണ്? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ അല്ലേ ഇവിടെ വരേണ്ടത്. പക്ഷേ ഇവിടെ ആലോചിക്കണം, ഇവിടുത്തെ ഇനിഷ്യൽ കണ്ടീഷനിൽ യു എന്ന് പറയുന്നത് എന്തോന്നായിരിക്കും? 0 ആയിരിക്കും. വെലോസിറ്റി ഉണ്ടോ? തുടക്കം ഇത് ഹൈറ്റ് ഇരിക്കുമ്പോൾ അവിടെ വെലോസിറ്റി ഉണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി ഇല്ല. ഓക്കെ, അപ്പം ഇതിന്റെ യു എന്തോന്നായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു യു സ്ക്വയർ എന്ന് പറയുന്നത് തന്നെ എന്തോന്നായിട്ട് മാറും? കൈനറ്റിക് എനർജി 0 ആയി. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ എനർജി നോക്കാം. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? എം ജി എച്ച് ആണ്. അപ്പം ഇവിടെ എന്തോന്നാണ്ട് ഹൈറ്റ്, ഇത് ഈ ഒരു ഹൈറ്റിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇതുതൊട്ട് ഇതുവരെയുള്ള ഹൈറ്റ് എന്തോന്നാണ്? എച്ച് തന്നെയാണ്. അപ്പൊ നമുക്ക് കിട്ടി എം ജി എച്ച്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കിട്ടി എം ജി എച്ച്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ എനർജി എന്തോന്നാണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് എം ജി എച്ച്. അതെന്ന് പറയുന്നത് എന്തോന്നാണ്? എം ജി എച്ച് എന്ന് തന്നെ കിട്ടി. അപ്പൊ ടോട്ടൽ എനർജി നമുക്ക് കിട്ടി എം ജി എച്ച്. ഇനി ഇത് തന്നെ പോയിന്റ് ബിയിലും പോയിന്റ് സിയിലും വരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പം അറ്റ് പോയിന്റ് ബിയിലെ കൈനറ്റിക് എനർജി നമുക്ക് നോക്കാം. ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ എന്നാണ്. ഇവിടെ എന്തായാലും ഒരു വെലോസിറ്റി ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം ന്യൂട്ടൺ ഇക്വേഷൻ അനുസരിച്ച് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എസ്. ഓക്കെ, ഇവിടുത്തെ എസ് എന്തോന്നാണ്? ആലോചിക്കണം. ദാണ്ട ഈ ബോഡി ഇവിടുന്ന് ബി എന്ന് പറഞ്ഞ പോയിന്റ് എത്തിയപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ നീങ്ങി. അതായത് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ എസ് എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ദാ എക്സ് ആണ് ഇവിടുത്തെ എസ്. ഓക്കെ, മാറിപ്പോവരുത്. അപ്പൊ എസ് കിട്ടി. ഇനി ഇവിടുത്തെ ആക്സിലറേഷൻ എന്തോന്നാണ്? താഴോട്ടല്ലേ വീഴുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, അപ്പം അത് ജി. ഇനി അടുത്ത സാധനം യു സ്ക്വയർ. നമ്മൾ നേരത്തെ എഴുതിയതാണ്. യു സ്ക്വയർ 0 ആണ്. അതായത് ഇനിഷ്യൽ വെലോസിറ്റി ഇല്ല, 0. അപ്പം നമ്മൾ യു ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇനി നമ്മൾ ഈ സാധനങ്ങളെല്ലാം കൂടെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിലേക്ക് കൊണ്ടുവരുന്നു. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ. എന്തോന്ന് കിട്ടി? ഇതാ ഇവിടെ തന്നെ നമുക്ക് ആദ്യം വി സ്ക്വയർ സോൾവ് ചെയ്യാം. 0 പ്ലസ് 2 ഇൻറ്റു എ എന്തോന്നായി? ജി. എസ് എന്തോന്നായി? എക്സ് ആയി. അപ്പൊ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2g എക്സ്. ഈ സാധനം ഇവിടെ വരും 2g എക്സ്. 2 വെട്ടിപ്പോകുന്നു. കൈനറ്റിക് എനർജി എന്തോന്നും പറഞ്ഞ് കിട്ടുന്നു? എം ജി എക്സ് എന്ന് പറഞ്ഞ് കിട്ടുന്നു. പരിപാടി കഴിഞ്ഞോ? ഇല്ല, പൊട്ടൻഷ്യൽ എനർജി കൂടെ ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി എന്തോന്നായിരുന്നേ? ഇത് ഇപ്പം ഇത് ഏത് ഹൈറ്റിലാണ് ഇരിക്കുന്നത്? ഇവിടെ മുതൽ ഇതുവരെ ഉള്ളതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കണക്കാക്കുമ്പോൾ ഉള്ള ഹൈറ്റ്. ഓക്കെ, ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളതല്ല, അത് താഴോട്ട് വന്നു. ഓക്കെ, നമുക്കെന്ന് വെച്ചാൽ ഒരു സാധനം ഹൈറ്റ് ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോന്നു ഇത് തൊട്ട് ഇതുവരെയുള്ള ഇത്രയും വലിയൊരു ഹൈറ്റിൽ ഇരിക്കുന്നതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഇത് ഇവിടുന്ന് വന്നോ എവിടുന്ന് വന്നോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എവിടെയാണ്?
അതായത് ഈ പോയിന്റ് താണ്ട് ഇപ്പൊ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതുവരെയുള്ള ഹൈറ്റ് എന്തോന്നാണ്? എച്ച് മൈനസ് എക്സ്. ഇതാണ്ട് ഇത് തൊട്ട് ഇതുവരെയുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എച്ച് മൈനസ് എക്സ്. ആ സാധനം നമ്മൾ കൊടുക്കുന്നു. എം ജി എച്ച് എന്നായിരുന്നു, എം ജി എച്ച് ആയിരുന്നു നമ്മുടെ എന്തോന്നാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തോന്നായിട്ട് മാറി? ഹൈറ്റ് എച്ച് മൈനസ് എക്സ് എന്നായിട്ട് മാറി. ഓക്കെ ആണ്. ഇനി ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നായിരുന്നല്ലേ? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്നല്ലേ? നമുക്കിത് ചെയ്തു നോക്കാം. ടോട്ടൽ എനർജി ഞാൻ നാളെ ഇങ്ങോട്ട് എഴുതിയാണേ. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്തോന്നായിരുന്നു? എം ജി എക്സ്. പൊട്ടൻഷ്യൽ എനർജി എഴുതാം എം ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ്. ബ്രാക്കറ്റല്ലേ ഇരിക്കണം, ഈ സാധനം അകത്തോട്ട് കയറണ്ടേ. അപ്പം ഈസ് ഈക്വൽ ടു എം ജി എക്സ് പ്ലസ് എം ജി എച്ച് പ്ലസ് എം ജി ഇൻറ്റു മൈനസ് എക്സ്. അപ്പൊ എന്തോന്നായിട്ട് മാറും? മൈനസ് എം ജി എക്സ്. ശ്രദ്ധിച്ചു നോക്കൂ, എം ജി എക്സും ക്യാൻസൽ ആയി. ഇനി ബാക്കിയുള്ളത് എം ജി എച്ച്. അപ്പൊ പരിപാടി കിട്ടി. രണ്ടാമത്തെ കണ്ടീഷനിൽ നമുക്ക് എന്തോന്ന് തന്നെ കിട്ടിയില്ലേ? സെയിം ഇക്വേഷൻ കിട്ടിയില്ലേ? ടോട്ടൽ എനർജി എം ജി എച്ച് എന്ന് കിട്ടിയില്ലേ? ഫസ്റ്റിലും കിട്ടി, സെക്കൻഡിലും കിട്ടി. ഇനി ലാസ്റ്റ് ഈ പോയിന്റിൽ കൂടെ കിട്ടിയാൽ മതി. അപ്പം അറ്റ് പോയിന്റ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഇവിടെയാണ്. ഈ സാധനം തറയിൽ വീണ്. ഓക്കെ, തറയിലെത്തുന്ന ആ ഒരൊറ്റ ഒരു സമയം ഇത് വന്ന് ടച്ച് ചെയ്യുന്ന വെരി ഫസ്റ്റ് മൊമെന്റ്. ആ മൊമെന്റിൽ എച്ച് എത്രയാണ്? എച്ച് ഇല്ല. എച്ച് എന്തോന്നായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്കറിയാം അത് ഹൈറ്റ് ആണല്ലേ, തറയെത്തിയില്ലേ, പിന്നെ എന്തൊരു ഹൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് എന്നായിരുന്നു. അപ്പൊ എച്ച് എന്തോന്നായി? 0 ആയി. 0 ആണെങ്കിൽ എം ജി ഇൻറ്റു 0 അത് എന്തോന്നായിട്ട് മാറും? 0 ആയിട്ട് മാറും. പൊട്ടൻഷ്യൽ എനർജി 0 ആയി. ഇനി കൈനറ്റിക് എനർജി നോക്കാം. കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ. എഗെയിൻ ഈ സംഭവം നമുക്കറിയാം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തോന്ന് വരും? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ, അതായത് 0 പ്ലസ് 2 ഇൻറ്റു ജി ഇൻറ്റു എസ്. എസ് ഇവിടെ എന്തോന്നാണ്? ശ്രദ്ധിക്കണം. ഈ സാധനം ഇവിടെ നിന്ന സാധനം ഇപ്പൊ എവിടെ എത്തി? ഇവിടെ എത്തി. അതായത് ഈ ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് ഇവിടം വരെ എത്തി. ഡിസ്പ്ലേസ്മെന്റ് എത്ര? ഇത് തൊട്ട് ഇതുവരെയുള്ള നീളം അത് എത്രയാണ്? എച്ച്. അപ്പം 2gS എന്തോന്നായിട്ട് മാറും? ഇവിടെ എച്ച് ആയിട്ട് മാറും. അപ്പൊ 2gH എന്ന് വരും. അപ്പൊ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gH എന്ന് വരും. നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എഴുതാം. ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2gH. 2 വെട്ടിപ്പോവും. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച്. ടോട്ടൽ എനർജി നമുക്ക് എഴുതാം പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു? 0 ആയിരുന്നു. 0 പ്ലസ് എം ജി എച്ച്, അതായത് ടോട്ടൽ എനർജി എന്തോന്ന് കിട്ടിയടേ? എം ജി എച്ച് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ 3 പോയിന്റ്സിലും എന്തോന്നാണ്? ടോട്ടൽ എനർജി എം ജി എച്ച് കിട്ടി. അതായത് ടോട്ടൽ എനർജി ഈസ് കൺസർവ്ഡ് അറ്റ് 3 പോയിന്റ്സ്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റില്ല കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. നമ്മളിങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഓക്കെ ആണല്ലോ, ഇത് സിമ്പിൾ ആണല്ലോ. ഇനി ഇതിന്റെ ഒരു ഗ്രാഫും കൂടെ ഉണ്ട്. വലിയ കാര്യമൊന്നുമില്ല, ഇത് ആകെ സിമ്പിൾ ആണ്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി വിത്ത് ഹൈറ്റ് ഫ്രം ഗ്രൗണ്ട്. ഒന്നുമില്ല, നമ്മൾ ആദ്യം വൈ ആക്സിസിൽ നമ്മൾ എന്തോന്ന് എടുക്കണം? എനർജി എടുക്കണം. ഓക്കെ, എനർജി നമ്മൾ ഏതിലാണ്? വൈയിൽ എടുക്കുന്നു. എക്സിൽ നമ്മൾ എന്തോന്ന് എടുക്കും? ഹൈറ്റ് എടുക്കുന്നു. ഇത് എഴുതാൻ വല്ല പാടുകൊണ്ടാ? ഇല്ല. ഇനി ഹൈറ്റ് ഇവിടെ എന്തോന്നാണ്? 0 ആണ്. ഇതായിരിക്കും അല്ലേ മാക്സിമം നമ്മുടെ ഹൈറ്റ്. അത് എത്രയായിരിക്കും? 5 എന്നെടുക്കുക, സോറി H എന്നെടുക്കുക. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു എനർജി മാക്സിമം എത്ര? എം ജി എച്ച് ആണ് ടോട്ടൽ എനർജി. അതിനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, ഇത് വളഞ്ഞു പോയി കറക്റ്റായിട്ട് വരയ്ക്കണം കേട്ടോ. ഇത് വന്ന് എവിടെ നിൽക്കണം? എന്നാണ് ഈ എച്ചിൻ്റെ കറക്റ്റ് മണ്ടയിൽ വെച്ചാൽ ഈ സാധനം അങ്ങ് നിൽക്കണം. എന്നിട്ടൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും 2 വര അങ്ങ് വരയ്ക്കുക. അതാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര ഇങ്ങോട്ട്, ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര അതാണ്ട് ഇങ്ങോട്ട്. പരിപാടി കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയുള്ളത് ഈ എനർജി ഇവിടെ കണ്ട ഈ സ്ട്രൈറ്റ് ലൈൻ വരച്ച് വെച്ചേക്കണം. അതായത് അത് ടോട്ടൽ എനർജീനെയാണ് പറയണത്. ടോട്ടൽ എനർജി കൺസർവ്ഡ് അല്ലേ? അത് എത്രയാണ്? എം ജി എച്ച്. ഇനി ഇതിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് എഴുതി വെക്കണം. ടോട്ടൽ എനർജി എന്തോന്നാണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഈ സാധനം എഴുതി വെക്കുന്നത് വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. കൈനറ്റിക് എനർജി ഏതാണ്, പൊട്ടൻഷ്യൽ എനർജി ഏതാണെന്ന് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കണം. അതിനുള്ള കാര്യം ആദ്യം നമ്മൾ നേരത്തെ വരച്ച പടം നമുക്കൊന്ന് ഓർമ്മ വേണം. ഈ സാധനം ഇവിടെയാണ് എത്തുന്നത്. ഇതാണ് എന്തോന്ന് പറയണം? 0 ഹൈറ്റ്. 0 ഹൈറ്റ് എന്ന് പറയുന്നത് എന്തോന്നാണ്? ഈ പോയിന്റാണ്. ഇതാണ് മാക്സിമം ഹൈറ്റ് ആണല്ലോ. ഇവിടെ എവിടെയാണ് മാക്സിമം ഹൈറ്റ്? ഇതാണ് മാക്സിമം ഹൈറ്റ് എത്തുന്ന എക്സ് ആക്സിസ് ആണ് മാക്സിമം ഹൈറ്റ്.
അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്, സീറോ ഹൈറ്റ് ആണ്. സീറോ ഹൈറ്റിൽ ഏത് എനർജിയാണ് ഏറ്റവും കൂടുതൽ? നമുക്കറിയാം ഇവിടെ കൈനറ്റിക് എനർജിയാണ് മാക്സിമം, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായില്ല, അവിടെ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അപ്പൊ ഇതാണ് കൈനറ്റിക് എനർജി. ഇത് കൈനറ്റിക് എനർജി ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പറയാം ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. പരിപാടി കഴിഞ്ഞല്ലോ, ഇനി വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ. അപ്പം നന്നായിട്ട് പഠിക്കുക. അപ്പം വർക്ക് എനർജി തിയറത്തിൻ്റെതും യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്, നിങ്ങൾ ചെക്കൗട്ട് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, ഫ്ലൂയിഡ്സും കിടപ്പുണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി പരിപാടിയൊക്കെ തനിയെ വരും. അടുത്ത വർഷത്തേക്കും കൂടെ നമുക്ക് സെറ്റായിട്ട് പ്രിപ്പയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കെ.